ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ മെഷീനിൽ അലക്കുമ്പോൾ ആ ഒരു കോളറിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഉണ്ടാവാറല്ലേ. പകരം നമ്മൾ കൈകൊണ്ട് ഉരച്ചൊക്കെയാണ് അത് ക്ലീൻ ചെയ്യാറ്. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു തവണയൊന്ന് ചെയ്താൽ മതിയാകും. എത്ര അഴുക്ക് പിടിച്ച വെള്ള വസ്ത്രങ്ങളാണെങ്കിലും മറ്റു കളറുള്ള തുണികളാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല പുത്തം പുതിയതുപോലെ മെഷീനിൽ തന്നെ നമുക്ക് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേരിയ ഒരു മാസ്ക് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മാസ്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ തുണി, അതായത് നേരിയ കോട്ടൺ തുണിയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മാസ്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കല്ലുപ്പാണ്. ഞാൻ ചെറിയ 2 കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പ് മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബേ ലീഫാണ്. നമ്മൾ ബിരിയാണിയൊക്കെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഇലയാണ് ഞാൻ ഉപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിയിടാം. അതായത് നമ്മൾ മാസ്കിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഉപ്പൊക്കെ പുറത്തേക്ക് വരാത്ത രീതിക്ക് നല്ല രീതിയിൽ ഇതുപോലൊന്ന് ടൈറ്റായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു മാസ്കിൻ്റെ കിഴി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്കായിട്ടാണ്. സാധാരണഗതിയിൽ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കാറില്ല. 2 ദിവസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലൊക്കെ ആയിരിക്കും അധിക പേരും ഇതുപോലുള്ള വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാറ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് തുണിയൊക്കെ ഇട്ട് അലക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അത് ഹൈജീനിക് ഇല്ലാതാക്കുകയും ആ ഒരു മെഷീനിലിട്ട് നമ്മൾ വസ്ത്രങ്ങൾ അലക്കി ഉണക്കി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പേർക്ക് അലർജി പ്രശ്നം, ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കിഴി നിങ്ങൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ എത്ര അഴുക്കും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കല്ലുപ്പും ബേ ലീഫും അത് നല്ല രീതിയിൽ തന്നെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ടിപ്പ് എന്ന് പറയുന്നതിലുപരി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ചീരയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതാണ് മുടക്കത്താൻ ചീര, അല്ലെങ്കിൽ ബലൂൺ പ്ലാന്റ്, അല്ലെങ്കിൽ വള്ളി ഉഴിഞ്ഞ എന്നൊക്കെ അറിയപ്പെടുന്ന ചീര. നിറയെ പേർക്ക് മുടക്കത്താൻ ചീര എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. ഇത് സന്ധിവേദന കുറയ്ക്കാനും മുടി വളർച്ച മെച്ചപ്പെടുത്താനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്ന ഒരു വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മല്ലിയില പോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു മുടക്കത്താൻ ചീര അല്ലെങ്കിൽ ബലൂൺ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വള്ളി ഉഴിഞ്ഞ എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബലൂൺ പ്ലാന്റ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാരണം പൊടിമണ്ണ് ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസസ് ഈ ഒരു ചീരയ്ക്ക് കൂടുതലാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം ഒട്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്കും ഈ ഒരു ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മുടക്കത്താൻ ചീര അല്ലെങ്കിൽ വള്ളി ഒഴിഞ്ഞ ചീര എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കടായിയാണ് കേട്ടോ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു നല്ലെണ്ണയ്ക്ക് പകരം എള്ളെണ്ണയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാ ചെറിയൊരു സ്പൂൺ, 1/4 ടീസ്പൂണിന് കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടക്കത്തൻ ചീര അല്ലെങ്കിൽ വള്ളി ഒഴിഞ്ഞ ചീര ഇതുപോലെ ഒരു ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ചീര ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എണ്ണ റെഡിയായി കിട്ടും. മുട്ടുവേദന, അതായത് സന്ധിവേദന ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഓയിൽ തന്നെയാണ് കേട്ടോ ഇത്. ഒറ്റ തവണ നിങ്ങൾ ഈ ഒരു ഓയിൽ നിങ്ങളുടെ സന്ധിവേദനയുള്ള ഭാഗത്തേക്കായിട്ട്, ജോയിൻറ്റ് പെയിൻ ഉള്ള ഭാഗത്തേക്കായിട്ട് തേച്ച് കൊടുത്താൽ മതിയാകും. സ്വിച്ച് ഇട്ട പോലെ തന്നെ ആ ഒരു വേദനയൊക്കെ ഇല്ലാണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മുടക്കത്താൻ ചീര നല്ല രീതിയിൽ തന്നെ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി കളർ ചേഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ. ഇനി നമ്മൾ മുടക്കത്താൻ ചീര നന്നായിട്ട് തന്നെ, ഇപ്പം തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു എണ്ണയ്ക്ക്. ഈ ഒരു മുടക്കത്താൻ ചീര നന്നായിട്ട് തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ഒരു ചീര ഇതുപോലെ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് സൈഡാക്കി മാറ്റി വയ്ക്കാം. നന്നായിട്ട് നമ്മുടെ എണ്ണയൊന്ന് ആറാൻ വേണ്ടിയിട്ടും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുടക്കത്താൻ ചീരയുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാസക്കണക്കായാലും ഇത് കേടായി പോവില്ല, ചീത്തയായി പോവില്ല. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എപ്പോഴൊക്കെയാണോ സന്ധിവേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഉള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു എണ്ണ എടുത്ത്
ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് സന്ധിവേദനയുള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വേദന സ്വിച്ച് ഇട്ട പോലെ തന്നെ ഇല്ലാണ്ടാവുന്നതായിരിക്കും. ഇനി സന്ധിവേദന കണ്ടിന്യൂസ് ആയിട്ടുള്ളവരാണെങ്കിൽ റെഗുലറായിട്ട് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഈ ഒരു എണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് ആ ഒരു ജോയിൻറ്റ് പെയിൻ ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചുടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും ഈ ഒരു വേദന സ്വിച്ച് ഇട്ട പോലെ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സെല്ലോ ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് വീടൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഡസ്റ്റ് കൊണ്ട് ഒരുപാട് നേരം തുമ്മിക്കൊണ്ടിരിക്കുക, കോൾഡ് വരിക, തലവേദന വരിക എന്നുള്ളത്. അതൊക്കെ ഡസ്റ്റ് അലർജി കാരണമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം സെല്ലോ ടേപ്പ് ഇതുപോലൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചൂലിന് ഇതുപോലൊന്ന് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗത്തായിട്ടാണെങ്കിലും മുൻവശത്തായിട്ടാണെങ്കിലും, അതായത് ചൂലിൻ്റെ അടിഭാഗത്തായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഏത് രീതിയിലാണോ അടിച്ചു വരുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് സെല്ലോ ടേപ്പ് നിങ്ങൾക്ക് ചൂലിൻ്റെ അടിയിലാണെങ്കിലും സൈഡിലാണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് ഈ ഒരു രീതിയിലാണ് എൻ്റെ ചൂലിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീട് അടിച്ചു വരുന്ന സമയത്ത് ഈ ഒരു ചൂല് കൊണ്ട് നമ്മൾ അടിച്ചോരി കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഡസ്റ്റും മുടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൈൽസിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ ഉണ്ടെങ്കിലും അതൊക്കെ അനായാസമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സെല്ലോ ടേപ്പിൽ ഒട്ടുന്നതായിരിക്കും. കണ്ണിൽ കാണാത്ത ഡസ്റ്റ് വരയ്ക്കും നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഡസ്റ്റ് അലർജി ഉള്ളവരാണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു സെല്ലോ ടേപ്പ് കാണിക്കാം. നല്ല രീതിയിൽ തന്നെ മുടി ചെറിയ ചെറിയ ഡസ്റ്റ് വരയ്ക്കും ആ ഒരു സെല്ലോ ടേപ്പിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെല്ലോ ടേപ്പ് അങ്ങനെ തന്നെ എടുത്ത് ഡസ്റ്റ് ബിന്നിൽ ഇട്ടാൽ മാത്രം മതിയാകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതുപോലെ നന്നായിട്ട് പറ്റി പിടിച്ച അഴുക്കൊക്കെ വെള്ള വസ്ത്രത്തിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തന്നെ അലക്കുന്നത്, അതും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു ഷർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തൂവെള്ളയാക്കുന്നത് എങ്ങനെ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. വെള്ള വസ്ത്രത്തിന് മാത്രമല്ല കേട്ടോ, ഏത് കളറുള്ള വസ്ത്രങ്ങൾക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റമോൾ ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടാബ്ലറ്റാണ്. അത് നമുക്ക് ഇതുപോലെ ഒരു പേപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ 2 ടാബ്ലറ്റ് ഞാൻ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൊടിച്ച ടാബ്ലറ്റ് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനിവിടെ ഒരു ചെറിയ ബക്കറ്റിലേക്കാണ് പൊടിച്ച ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണ്. ഞാനിവിടെ ഒരു ഷർട്ട് മാത്രമാണ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ഷർട്ട് മുഴുകത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ചൂടൊന്നും ഇല്ല കേട്ടോ, ആ ഒരു പുക അങ്ങനെ വരുന്നേ ഉള്ളൂ. ക്യാമറ അടുത്തുള്ളത് കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളമാണ് അത്. ഇനി നമ്മൾ കോളർ അഴുക്കുള്ള ആ ഒരു ഭാഗം വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം. വെറും 2 മിനിറ്റ് സമയത്തേക്ക് മാത്രം നമുക്ക് ആ ഒരു കോളർ ഭാഗം ഒന്ന് കുതിർക്കാൻ വേണ്ടി ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലൊന്ന് നമുക്ക് മുക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഷർട്ട് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തനിച്ച് വാഷിംഗ് മെഷീനിൽ ഈ ഒരു ഷർട്ട് ഇടണം എന്നുള്ളതില്ല. കളർ പിടിക്കാത്ത തുണികളാണ് വാഷിംഗ് മെഷീനിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളവസ്ത്രം അതിലേക്ക് ഇട്ട് അലക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഷർട്ട് ആണെങ്കിലും വലിയവരുടെ ഷർട്ട് ആണെങ്കിലും ഉപയോഗിക്കുന്ന ആ ഒരു ഷർട്ടിലുണ്ടാവുന്ന കറകളൊക്കെ എത്ര തന്നെ നമ്മൾ കഴുകി കളഞ്ഞാലും ആ ഒരു പുതുമ ആ ഒരു ഷർട്ടിലേക്ക് വരികയില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അലക്കിയെടുക്കുന്നതെങ്കിൽ തുണി നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ആകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു കോളർ ഭാഗം ഞാൻ ആ ഒരു വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഒരു 80% ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് അലക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വെള്ള ഷർട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി കുറച്ച് തുണികൾ ഞാൻ ആ ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വെള്ള വസ്ത്രം നന്നായിട്ട് തന്നെ അലക്കി ഉണക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഉണങ്ങിയതിന് ശേഷം ആ ഒരു കോളറിലുള്ള അഴുക്കൊക്കെ പോയതിന് ശേഷം നല്ല സ്റ്റിഫായിട്ട് പുതിയതുപോലെ തന്നെ എൻ്റെ വെള്ള ഷർട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ അലക്കുമ്പോൾ നമ്മുടെ തുണിയൊന്നും പെട്ടെന്ന് പാഴായി പോകും എന്നുള്ള സംശയമൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ള യൂണിഫോം ഷർട്ടൊക്കെ അലക്കാറ്. ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.